വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 18, 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗരാജ്യത്തിലെ വലിയവൻ. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യേ നിർത്തിക്കൊണ്ട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലെ ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. സ്വർഗരാജ്യ പ്രവേശനത്തിന് വേണ്ട സ്ഥായി ഭാവം. സുവിശേഷങ്ങളിലെ പ്രതിപാദ്യ വിഷയങ്ങളിൽ ശ്രദ്ധേയമായ പ്രമേയങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് സ്വർഗരാജ്യ പ്രവേശനം എന്ന വിഷയം. ആരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ എന്തു ചെയ്യണം, ഏതു തരത്തിലുള്ള ജീവിത ശൈലിയാണ് അതിനുതകുന്നത് എന്നു തുടങ്ങിയുള്ള പ്രമേയങ്ങൾ സുവിശേഷങ്ങളിൽ പൊതുവെ പരാമർശ വിഷയമാണ്. ഇന്നത്തെ സുവിശേഷത്തിന്റെ ചൈതന്യമനുസരിച്ച് യേശുക്രിസ്തു നമ്മോടായിട്ട് പറയുന്ന ഒരു വലിയ സത്യം, സ്വർഗരാജ്യത്തിലുള്ള പ്രവേശനം സാധ്യതമാകണം എന്ന് വരികയും ഓരോരുത്തരും ജീവിതത്തിൽ സാധ്യതമാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്ഥായി ഭാവമാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ സ്ഥായി ഭാവമാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതം ലളിതമാക്കാൻ സാധിക്കണം. ജീവിതം ലളിതമാക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം ലളിതമാക്കണം? യേശു പറയുന്നു, കുട്ടികളെ പോലെ ലളിതമാക്കണം. ലളിതമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ലളിതമായിട്ടുള്ള ജീവിത ശൈലി ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതല്ല ആദ്യമായിട്ടും അധികമായിട്ടും ഉന്നമിക്കുന്നത്. ജീവിതം ലളിതമാക്കുക എന്നതുകൊണ്ട് കുട്ടികളുടെ ലാളിത്യത്തിലേക്ക് നിങ്ങൾ നീങ്ങണം എന്ന് പറയുമ്പോൾ ആ ശിശുത്വത്തിൻ്റെതായിട്ടുള്ള ഒരു സ്ഥായി ഭാവം നമ്മളിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം കൊണ്ടത് വ്യക്തമാക്കാം. ഒരു കുട്ടി സാമാന്യ രീതിയിൽ പട്ടു വസ്ത്രങ്ങൾ ധരിക്കുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ അത് ലളിതമായിട്ടുള്ള ജീവിത ശൈലിയിൽ പെട്ടതല്ല. എങ്കിലും ശിശു എന്ന വിധത്തിൽ ലളിതമാണ് ആ കുട്ടിയുടെ ജീവിതം. ആ കുട്ടി വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് കഴിക്കുന്നത് എന്ന് വിചാരിക്കുക. ജീവിതം ലളിതമായിട്ട് നയിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അർത്ഥമില്ല. എങ്കിലും ആ കുട്ടി കുട്ടിയായിരിക്കുന്നിടത്തോളം നല്ല ഭക്ഷണം കഴിച്ചാലും ആ കുട്ടിയുടെ ജീവിതം ലളിതമാണ്. ലാളിത്യത്തിൻ്റെതായിട്ടുള്ള വശം കുട്ടിയായിരിക്കുന്നിടത്തോളം ഉണ്ട്. എത്ര കണ്ട് സാമ്പത്തിക ഭദ്രതയുള്ള ചുറ്റുപാടിൽ കുട്ടി ജീവിച്ചാലും ലളിതമായിട്ടുള്ള ജീവിത ശൈലി ആയില്ലെങ്കിൽ തന്നെ സത്യത്തിൽ പറഞ്ഞാൽ ആ ലളിതമായിട്ടുള്ള ജീവിതം അതിൽ കാണാം. വേറെ വിധത്തിൽ പറഞ്ഞാൽ കുട്ടിയായിരിക്കുന്നിടത്തോളം അതിന്റെ ആ ശിശുത്വം എന്ന രീതിയിൽ അതിനെപ്പോഴും ഒരു തുറവിയുണ്ടായിരിക്കും. അതിനെപ്പോഴും നിഷ്കളങ്കതയുണ്ടാകും. അതിനെപ്പോഴും രഹസ്യാത്മക സ്വഭാവം ഉണ്ടാകില്ല. അതിന് വിട്ടുവീഴ്ചയ്ക്കുള്ള മനസ്ഥിതി ധാരാളം ഉണ്ടാകും. ഇതൊക്കെയാണ് ജീവിതം ലളിതമാക്കുക എന്ന് പറയുന്നതിന്റെ ചേരുവകൾ. ലളിതമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അതല്ല. വളരെ മോശമായിട്ടുള്ള ഉടുവസ്ത്രങ്ങള്, വളരെ വില കുറഞ്ഞ ഉപയോഗ സാധനങ്ങള്, പാർപ്പിട സൗകര്യങ്ങള്, കുടില്, ഇങ്ങനെയൊക്കെയുള്ള ജീവിത സാഹചര്യങ്ങള് ജീവിക്കുന്നതാണ് ലളിതമായ ജീവിത രീതി. അതൊരു പക്ഷേ ഉപകാരപ്രദമാകാം ജീവിതം ലളിതമാകാൻ. പക്ഷേ കൊട്ടാരത്തിൽ ജീവിക്കുന്ന ആളുകൾക്കും ജീവിതം ലളിതമാക്കാൻ സാധിക്കും. എന്നാൽ തെരുവ് തണ്ടുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമായ ജീവിത രീതിയാണ് അവരിൽ കാണാൻ ഇടവരിക എന്ന് വരികിലും അവരുടെ ജീവിതത്തിൽ ദുരൂഹത, രഹസ്യാത്മകത, വക്രത, വഞ്ചന ഇതൊക്കെ നിലനിൽക്കുമ്പോൾ അവരുടെ ജീവിതം ലളിതമല്ല, സങ്കീർണമാണ്. അപ്പോൾ ജീവിതം ലളിതമാകുക എന്നുള്ളതാണ് ഇന്ന് സുവിശേഷത്തിന്റെ സന്ദേശമായിട്ട് യേശു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്.
ലാളിത്യത്തിൻ്റെതായിട്ടുള്ള ജീവിത ശൈലി ഒരു പക്ഷേ അതിന് ഉപകാരപ്രദമാകാം. പക്ഷേ ലാളിത്യത്തിൻ്റെതായിട്ടുള്ള ജീവിത ശൈലി മാത്രമാണ് സ്വർഗരാജ്യത്തിന്റെ പ്രവേശനത്തിന് ഉതകുക എന്ന് വരികിൽ സ്വർഗത്തിൽ തെരുവുതണ്ടികൾക്ക് മാത്രമേ സ്ഥലം കാണാൻ ഇടവരുള്ളൂ. അങ്ങനെയല്ല. രാജാക്കന്മാരുണ്ട്, രാജ്ഞികളുണ്ട്, പ്രഭുക്കന്മാരുണ്ട്, വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരൊക്കെ സ്വർഗത്തിൽ പ്രവേശനം ലഭിച്ചിട്ടുള്ളവരാണ്. അവര് ഉയർന്ന പദവിയിലും വലിയ ആഡംബര ജീവിതം എന്ന് മനുഷ്യരുടെ മുമ്പിൽ തോന്നത്തക്ക വിധത്തിലുള്ള ജീവിത സാഹചര്യത്തിൽ ജീവിച്ചാലും അവരുടെ ജീവിതം തനതായിട്ട് നോക്കുമ്പോൾ രഹസ്യാത്മകത ഇല്ലാതിരിക്കാൻ സാധിച്ചാൽ, നിഷ്കളങ്കമായിട്ടുള്ള ജീവിതശൈലി പ്രകടിപ്പിക്കാൻ, ആത്മാർത്ഥതയോടുകൂടി ജീവിക്കാൻ, തുറന്ന സുതാര്യത അവരുടെ ജീവിതത്തിൽ കാണിക്കാൻ സാധിച്ചാൽ അതാണ് അവരുടെ ജീവിതത്തെ ലളിതമാക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് യേശു ഉന്നം വയ്ക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് സാമ്പത്തിക ഭദ്രതയുണ്ടോ ഭദ്രതയില്ലേ എന്നതിനെ ആശ്രയിച്ചല്ല ജീവിതം ലളിതമാക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. നമുക്കൊരു മിഥ്യാധാരണയുണ്ടാകും. ജീവിതം ലളിതമാക്കുക എന്ന് പറഞ്ഞാൽ ലളിതമായിട്ടുള്ള ജീവിത ശൈലി സ്വീകരിക്കുക എന്നുള്ളത് നല്ലത്, തീർച്ചയായിട്ടും നല്ലത്, അവശ്യം വേണ്ട കാര്യം. ലളിതമായിട്ടുള്ള ജീവിതശൈലി സ്വീകരിക്കുന്നതോട് കൂടെ തന്നെ ജീവിതം ലാളിത്യപൂർണമാക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തുറവിയോടുകൂടെ, സുതാര്യതയോടുകൂടെ, വക്രതയില്ലാതെ, ആത്മാർത്ഥതയോടുകൂടെ, പ്രതിബദ്ധതയോടുകൂടെ, സ്നേഹത്തോടുകൂടെ, സ്നേഹവായ്പോടുകൂടെ, കരുതലോടുകൂടെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം.